എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ ഫ്രൈയുടെ അതേ ടേസ്റ്റോട് കൂടിയിട്ട് ചെറുകായ വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ്. ഈ റെസിപ്പി നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 10 ചെറുകായോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഈ ഒരു വണ്ണത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അധികം വണ്ണമില്ലാത്ത കായ ആയതുകൊണ്ട് 3 കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വണ്ണമുള്ള കായാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലെ കറിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് 2 സൈഡും വരഞ്ഞെടുക്കുന്ന രീതിയിലൊന്ന് വരഞ്ഞു കൊടുക്കാം. നന്നായിട്ട് ആഴത്തിൽ മുറിഞ്ഞു പോരുത്. 2 സൈഡും ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് എല്ലാതും ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊക്കെ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് വിടരിക്കട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു മീഡിയം സൈസ് സബോളയുടെ പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 7-8 ചുവന്നുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 8 വെളുത്തുള്ളി അല്ലി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂണ് പെരുംജീരകം, അതായത് വലിയ ജീരകമാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ ഒരു ടീസ്പൂണ് നിറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണ് നിറയെ ചേർക്കുന്നുണ്ട്. 3-4 ടീസ്പൂൺ വരെയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കേണ്ടതായിരുന്നു, ഇടാൻ വിട്ടുപോയതാണ്. മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഓരോ കായ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ 2 സൈഡിലും മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. കുറച്ച് മസാല ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഓരോ കായായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂട് കൂടി പോരുത്. അപ്പോൾ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പിന്നെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എവിടെയെങ്കിലും മസാല കുറവുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കുറച്ച് മസാല ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ മസാല നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഈ സൈഡിൽ തേച്ച് കൊടുക്കാം. അങ്ങനെ മസാല ഇല്ലാത്ത ഭാഗത്തൊക്കെ മസാലയൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എണ്ണയൊക്കെ പോകാനായിട്ടൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചെറുകായ വെച്ചിട്ടുള്ള ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്